നമുക്ക് ഈ ലീഫുകളും ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് പ്രിന്റ് ചെയ്തിട്ട് ഒരു കാർഡ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം വേണ്ടത് ഒരു ചാർട്ട് പേപ്പറിന്റെ പീസാണ് കേട്ടോ. വൈറ്റ് ആണ് ഏറ്റവും നല്ലത്. പിന്നെ കളർ ആയാലും ലൈറ്റ് കളേഴ്സ് കുഴപ്പമില്ല, എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. ഏകദേശം ഒരു മാച്ചുള്ള കളറൊക്കെ നോക്കി എടുത്തോളൂ. പിന്നെ പറമ്പിലേക്കൊക്കെ ഇറങ്ങിയിട്ട് ഇതുപോലെയുള്ള ഇലകളൊക്കെ ഒന്ന് പറിച്ചു വെക്കുക. പിന്നെ പറമ്പില്ലാതെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് രക്ഷയില്ല. പിന്നെ ഫ്ലാറ്റിന്റെ താഴെ എവിടെയെങ്കിലുമൊക്കെ മൂലയ്ക്കൊക്കെ നിൽക്കണ്ടോ എന്ന് നോക്കുക. ഇതേപോലത്തെ ഇലകളൊക്കെ മിക്കത് ഇങ്ങനെയുള്ള മൂലയ്ക്കൊക്കെയാണ് വളരുന്നത്. ഓക്കെ, ഇത് ഞാൻ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഞാൻ ആ ഒരു ലീഫ് എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ അടിച്ചു കൊടുത്തേക്കുന്നത്. അത് അടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുത്തപ്പം നല്ല ഭംഗിയിൽ ഒരു പ്രിന്റ് കിട്ടിയില്ലേ. അടുത്തത് ഞാൻ എടുക്കുന്നത് ആ ഒരു ബ്ലൂ കളറാണ് കേട്ടോ. അത് ഒരു എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഒരു സീ ബ്ലൂ, അതായത് നല്ല നടുക്കടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില സമയത്ത് ഈ ഒരു ബ്ലൂ ആയിരിക്കും. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന പൂ എല്ലാവർക്കും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഇഷ്ടംപോലെ പൂ ഉണ്ടാവുന്നതാണ്. ഇതിന് പല പേരുകൾ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ മലയാളത്തിൽ നമ്മൾ പറയുന്ന ഈ പൂവിന്റെ പേര് എനിക്ക് പറയാൻ ആഗ്രഹമില്ല. കാരണം ഇത്ര ഭംഗിയുള്ള ഒരു പൂവിന് എങ്ങനെയാണ് അങ്ങനെ ഒരു പേര് കിട്ടുന്നത്? എന്തായാലും ഞാൻ ചൂസ് ചെയ്തേക്കുന്ന പൂവ് അതാണ് കേട്ടോ. ഇനി അതിനെ പതുക്കെ അതേ ഒന്ന് ഉലിച്ചെടുക്കാനുള്ള ശ്രമമാണ്. പക്ഷേ അതിന് തണ്ടില്ലാത്ത കാരണം അത് ഒട്ടി പിടിച്ചു പോയി. പകുതി പൂവിന്റെ ഭാഗമൊക്കെ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അതൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് ചിരണ്ടി എടുക്കുക കേട്ടോ. പിന്നെ പെയിന്റ് നല്ല പോലെ ആക്കിയത് കാരണം അത് കുറച്ച് സ്പ്രെഡായി പോയി. പിന്നെ ഞാൻ അടുത്ത പൂ എടുത്തിട്ടുണ്ട്. അതിലൊരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ കൊടുക്കുന്നത്. അതിന് തണ്ടുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഒഴിച്ചെടുക്കാൻ പറ്റും. മറ്റേ പൂവിന് തണ്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ ആ തണ്ട് അതിനൊന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ തണ്ട് വയ്ക്കുന്നതാണ് നന്നായെന്ന് എനിക്ക് പിന്നെ തോന്നി. അപ്പൊ അതിന്റെ അടുത്ത് തന്നെ ആ ഒരു പൂവ് ഞാൻ വെച്ചു കൊടുത്തു കേട്ടോ. കണ്ട, തണ്ടുള്ള കാരണം എത്ര സിമ്പിളായിട്ട് അത് എടുക്കാൻ പറ്റിയെന്ന് നോക്ക്. ഇനി ഈ ഒരു ഇല ഒരു ചേമ്പിന്റെ ഇല പോലെ തോന്നിക്കണില്ലേ? ഇത്ര ചെറുതാണ്. ഇതും ഒരു പറമ്പിലൊക്കെ ഉണ്ടാവുന്ന ചെടിയാണ് കേട്ടോ. എനിക്ക് പേരൊന്നും അറിയില്ല. അത് ഞാൻ കണ്ടു കഴിഞ്ഞപ്പം അതിന്റെ ഒരു ഇല, ചെറിയ ഇല നോക്കിയിട്ട് പറിച്ചതാട്ടോ. ഇതിന് കുറച്ചുകൂടി വലുപ്പം ഉണ്ടായ ഇലക്ക്. ഇതതിന്റെ ഒരു കൂമ്പലാണ്. ഇത് ഞങ്ങളുടെ വീടിന്റെ സൈഡില് ഒരു മതിലിന്റെ ഒരു കെട്ടുണ്ട്. അപ്പൊ അതിന്റെ കല്ലിന്റെ ഇടയേക്കടെ വളർന്നു വന്നിട്ടുള്ളൊരു ചെടിയാട്ടോ. ഒരു പുല്ല് പോലത്തത്. അപ്പൊ കാണാൻ ഭംഗിയുള്ള ഏതലയും നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിന്റെ ഇടയ്ക്കടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഞാൻ ഇതിനൊരു സാപ്പ് ഗ്രീൻ ആണ് കേട്ടോ കൊടുക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് കേട്ടോ സാപ്പ് ഗ്രീൻ. ഇനിയാണ് അടുത്ത പരിപാടി. നമ്മുടെ CD മാർക്കർ ഇല്ലേ, അതെടുക്കുക. അതൊരു ബ്ലാക്ക് കളറാണ് നല്ലത് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ പ്രിന്റ് ചെയ്ത് കൊടുത്തതിന്റെ ഔട്ട്ലൈൻ ആയിട്ടൊന്ന് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഒന്ന് വെറുതെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി ആ പ്രിന്റിങ്ങിന്റെ ചുറ്റും. അപ്പോഴാണ് അതിനൊരു പ്രത്യേക ഭംഗി വരുന്നത് കേട്ടോ. കുറച്ച് ഭാഗമൊക്കെ അവിടെ പ്രസ് ആവാണ്ട് പോയിട്ടുണ്ട്, പക്ഷെ സാരമില്ല, അതാണ് അതിന്റെ ഒരു ഭംഗി. പിന്നെ ഈ ഒരു പൂവ് നല്ലപോലെ സ്പ്രെഡായി പോയി. അപ്പൊ ജസ്റ്റ് ചുറ്റും വരച്ചു. അടുത്ത പൂവ് എന്തായാലും ഏതള തിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിപ്പോ കാണുമ്പം നമ്മളൊരു പൂവ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കളർ ചെയ്ത പോലെ ഇല്ലേ? ഇത് കണ്ടപ്പോൾ വേറൊരു ഐഡിയ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നു. ഓക്കെ, നമുക്കത് താമസിക്കാതെ തന്നെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് എന്താണോ എഴുതി കൊടുക്കാവുന്നത് അതിവിടെ എഴുതി കൊടുക്കാം. ഞാനിതൊരു താങ്ക് യു എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഒരു താങ്ക്സ് കാർഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണാനും നല്ല ഭംഗിയില്ലേ? ആ ഫസ്റ്റത്തെ പൂവ് ഇച്ചിരി പരന്നു പോയത് കാരണം അത് മാത്രം ഒരു ലേശ അഭംഗി തോന്നുന്നുണ്ട്. എന്തായാലും സാരമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? അത് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിപ്പോ തന്നെ ഒരു ലൈക്ക് അടിക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ കൊണ്ട് ചെയ്ത് കൊടുക്കണേ. അപ്പൊ ഇത് നല്ലൊരു ആർട്ട് വർക്കും കൂടിയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.